ചങ്ങനാശ്ശേരി SB കോളേജിലെ ലെക്ചർ ജോലി ഉപേക്ഷിച്ച് സന്യാസ ജീവിതം തെരഞ്ഞെടുത്ത FCC സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ തെരേസിന്റെ ദൈവളി അനുഭവം ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ചെറുപ്പത്തിൽ സന്യാസ ജീവിതത്തോടും പ്രാർത്ഥനാ ജീവിതത്തോടും ഒട്ടും താല്പര്യമില്ലാതിരുന്ന തെരേസിന്റെ ജീവിതം മാറ്റിമറിച്ചത് SB കോളേജിൽ പഠിപ്പിക്കുവാനായി പോയ നാളുകളായിരുന്നുവെന്നും ക്രിസ്തുവിനായി തന്റെ ജീവിതം സമർപ്പിക്കണമെന്നും ക്രിസ്തുവിനായി ജീവിക്കണമെന്നുമുള്ള ആഗ്രഹമാണ് സന്യാസ ജീവിതം തെരഞ്ഞെടുക്കുവാൻ തന്നെ പ്രേരിപ്പിച്ചതെന്നും സിസ്റ്റർ തെരേസ് ഷെക്കീന ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു. ഇരുപത്തിയൊന്നാമത്തെ വയസ്സുവരെ അടിച്ചുപൊളിച്ചു നടന്ന തെരേസിന്റെ ജീവിതം മാറി മറിയാൻ ആരംഭിച്ചത് MCOM പഠിക്കുവാനായി ചെന്നൈയിലെ സ്റ്റെല്ല മാരീസ് കോളേജിൽ ചെന്നപ്പോഴായിരുന്നു. ക്രിസ്തുവിനു വേണ്ടി ജീവിക്കണമെന്നുള്ള ആഗ്രഹവും താല്പര്യവും സന്യാസ ജീവിതം തെരഞ്ഞെടുക്കുവാനുള്ള തെരേസിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് വഴിതെളിച്ചു. എനിക്ക് ഈശോയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. എനിക്ക് എൻ്റെ ഒരു 21ാമത്തെ വയസ്സ് വരെ ഞാനൊരു നാമമാത്ര ക്രിസ്ത്യാനിയായിരുന്നു. അങ്ങനെ പള്ളിയിൽ വീട്ടിൽ നിർബന്ധം ഉള്ളതുകൊണ്ട് പള്ളിയിൽ പോകുന്നു, അങ്ങനെ മാത്രം ഉള്ള ഒരാളായിരുന്നു. കുമ്പസാരിക്കുന്നതൊക്കെ തന്നെ വർഷത്തിൽ 2-3 പ്രാവശ്യം അങ്ങനെയൊക്കെ പോയ ആളായിരുന്നു. അതിനുശേഷം ഞാൻ PGക്ക് ചെന്നൈയിൽ ജോയിൻ ചെയ്യുന്നു. അവിടെ വെച്ച് എന്തോ എനിക്ക് പുതിയ സ്ഥലം, പുതിയ ആൾക്കാർ, എനിക്ക് വേറൊന്നും അവിടെ ഒന്നും അറിയത്തൊന്നുമില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്കിനും ഞാൻ അവിടെ കോളേജിൽ ഹോസ്റ്റലിൽ ചാപ്പലുണ്ടായിരുന്നു. ചാപ്പലിൽ ഞാൻ കുറച്ച് കൂടുതൽ സമയം, എനിക്ക് വേറെ സ്ഥലങ്ങളൊന്നും അറിയത്തില്ല, പക്ഷേ എന്തോ ഞാൻ അവിടെ പോയി ഇരിക്കുമായിരുന്നു. പിന്നീട് ഈശോയെ കൂടുതൽ അറിയാൻ തുടങ്ങി, അനുഭവിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പം ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണമെന്ന് തോന്നി, ഈശോയുടെ ഇഷ്ടം ജീവിക്കണമെന്ന് തോന്നി. ആ ഒരു വേറൊന്നും എനിക്കറിയത്തില്ല, മടത്തി സന്യാസം ഒന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഈശോയുടെ ഇഷ്ടം ജീവിക്കണമെന്ന് തോന്നി. അതായിരുന്നു മഠത്തിൽ വരാൻ അല്ലെങ്കിൽ ഈ ജീവിതം തിരഞ്ഞെടുക്കാനുള്ള റീസൺ. മഠത്തിൽ പോകുന്ന കാര്യം വീട്ടിൽ അറിയിച്ചപ്പോൾ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് വലിയ എതിർപ്പുണ്ടായിരുന്നുവെന്നും കോളേജിൽ ജോലി ലഭിക്കുന്നതും സന്യാസ ജീവിതം തെരഞ്ഞെടുക്കുന്ന കാര്യവും വീട്ടിൽ അറിയിക്കുന്നതും ഒരേ ദിവസമായിരുന്നതിനാൽ മാതാപിതാക്കളുടെ ആഗ്രഹം നിമിത്തം ചങ്ങനാശ്ശേരി SB കോളേജിൽ ലെക്ചറായി 1 വർഷം ജോലി ചെയ്തുവെന്നും സിസ്റ്റർ തെരേസ് പറയുന്നു. എൻ്റെ വീട്ടിൽ ശക്തമായ എതിർപ്പായിരുന്നു. കാരണം എനിക്ക് 2 ആങ്ങളമാരാണുള്ളത്. അപ്പോൾ ഒരു മോളേ ഉള്ളൂ. അതുകൊണ്ട് അച്ചാച്ചന് ഭയങ്കര വിഷമമായിരുന്നു, എന്നെ വിടാൻ ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ എൻ്റെ ഒരു തീരുമാനം, ഇങ്ങനെ എനിക്ക് പോകണമെന്നൊരാഗ്രഹം ഞാൻ വീട്ടിൽ പറഞ്ഞതും എനിക്ക് കോളേജിൽ ജോലിയായി എന്നുള്ള അത് രണ്ടും ഒരു ദിവസം തന്നെയാണ് വരുന്നത്. അപ്പം അത് വീട്ടിലെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അച്ചാച്ചനാണ് പറഞ്ഞത്, 1 വർഷം നീ ഏതായാലും പഠിപ്പിക്കാൻ പോകും, ബാക്കി നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു വർഷക്കാലം എന്തോ എൻ്റെ വീട്ടിലാകെ വിഷമമായിരുന്നു എല്ലാവർക്കും. അച്ചാച്ചനൊക്കെ ആണെങ്കിലും എപ്പോഴും ഭയങ്കര സങ്കടമായിരുന്നു. ആരും അധികം വർത്താനം പറയുന്നില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ദൈവം ഒരുപാട് സന്തോഷമല്ല, ആനന്ദം നിറച്ചേക്കുമായിരുന്നു. എനിക്കൊരിക്കലും വിഷമം തോന്നിയിട്ടില്ല. എന്നെ എന്താ അവിടെ നിർത്തിയതെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഉള്ളിൽ നിറയെ സന്തോഷവും ആനന്ദമായിരുന്നു. മഠത്തിൽ ചേരണമെന്ന കാര്യം മാതാപിതാക്കളുമായും സുഹൃത്തുക്കളുമായും പങ്കുവച്ചപ്പോൾ വലിയ എതിർപ്പുകൾ വന്നെങ്കിലും വിശുദ്ധയായ സന്യാസിനി ആകണമെന്ന സിസ്റ്റർ തെരേസിന്റെ ആഗ്രഹത്തെ പുറകോട്ട് വലിച്ചില്ല. ക്രിസ്തുവിന്റെ സ്വന്തമാകണമെന്ന ആഗ്രഹം ഈ ലോക ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും താൻ വിലമതിക്കുന്നുവെന്നും അതിനായി തനിക്ക് ലഭിക്കാമായിരുന്ന സൗഭാഗ്യങ്ങൾ ഉപേക്ഷിക്കുവാനും തയ്യാറായിരുന്നുവെന്നും സിസ്റ്റർ തെരേസ് വ്യക്തമാക്കി. എത്രയൊക്കെ എതിർപ്പുകൾ എനിക്ക് ചുറ്റും ഉണ്ടായിരുന്നെങ്കിൽ പോലും എന്നെ ഒന്നും പുറകോട്ട് വലിച്ചില്ല. എൻ്റെ ഉള്ളിലെ ആ ഒരു തീ അതെന്നെ ഇങ്ങനെ മുമ്പോട്ട് നയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്താ പറയുക, എനിക്ക് എൻ്റെ ചുറ്റും എൻ്റെ പേരൻസ്, ഞാൻ ഇത്രയും നാളും സ്നേഹിച്ച എൻ്റെ പേരൻസ്, എൻ്റെ സഹോദരങ്ങൾ, അവരൊക്കെ വേദനിക്കുവാണ്, ഇതൊക്കെ ചുറ്റും വേദനിക്കുവാണ്. പക്ഷേ എങ്കിൽ പോലും ഈ ഉള്ളിൽ ഞാൻ അനുഭവിക്കുന്ന ആനന്ദം അതൊരിക്കലും ആ ഒരൊറ്റ കാരണം എന്നെ ഒരിക്കലും പിന്നോട്ട് വലിച്ചില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അല്ലെങ്കിൽ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം, ഈശോയ്ക്ക് വേണ്ടി എന്നല്ലെങ്കിൽ ഈശോയോട് ഞാൻ യെസ് ലോഡ് പറഞ്ഞ ആ നിമിഷം തൊട്ട് ഈശോ എന്നെ കയ്യിലെടുത്തു. ആ ഒരു ശക്തമായ ഒരു വിശ്വാസം, ആ ബോധ്യം എനിക്ക് ദൈവം തന്നു. MCOM പഠനം പൂർത്തിയായ നാളു മുതൽ തന്നെ വിവാഹ ആലോചനകൾ തെരേസിന് വന്നു തുടങ്ങിയിരുന്നു. പഠനം പൂർത്തിയാക്കി നാട്ടിൽ വന്നപ്പോഴായിരുന്നു സന്യാസ ജീവിതം തെരഞ്ഞെടുക്കുവാനുള്ള ശക്തമായ പ്രേരണ തെരേസിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്.
വിവാഹം ആലോചിക്കുന്ന കാര്യത്തിൽ മാതാപിതാക്കളോട് യെസ് പറഞ്ഞതിന് ശേഷമാണ് തെരേസ് സന്യാസ ജീവിതം തിരഞ്ഞെടുക്കുന്നത്. എൻ്റെ പഠിത്തം തീരാറായപ്പോൾ തന്നെ കല്യാണാലോചനകളെക്കുറിച്ചൊക്കെ വീട്ടിൽ സംസാരിച്ച് തുടങ്ങിയായിരുന്നു. അപ്പോൾ പക്ഷേ ഞാൻ ശരിക്കും പഠിത്തം കഴിഞ്ഞാണ്, നാട്ടിൽ വന്ന ശേഷമാണ് എൻ്റെ മനസ്സിൽ ഈശോ അല്ലെങ്കിൽ മടത്തി പോകണമെന്നൊരു തീരുമാനം എൻ്റെ മനസ്സിൽ വരുന്നത് നാട്ടിൽ വന്ന ശേഷം. അപ്പം നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേ അച്ഛൻ പറഞ്ഞു കല്യാണം ആലോചിക്കാൻ തുടങ്ങുക എന്നിങ്ങനെ പറഞ്ഞു. എനിക്ക് എതിർപ്പൊന്നും ഇല്ലായിരുന്നു, കാരണം കല്യാണം ആലോചിക്കാൻ എനിക്ക് പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓക്കെ എല്ലാം പറഞ്ഞു. അതിന് ശേഷമാണ് എൻ്റെ മനസ്സിലിങ്ങനെ ശക്തമായ ഒരു ഇത് വരുന്നത്. അപ്പം പിന്നെ എനിക്ക് ഒന്നും തിരിഞ്ഞു നോക്കേണ്ട വന്നില്ല. ഞാൻ ശക്തമായിട്ട് വിശ്വസിക്കുന്നത് എൻ്റെ ദൈവവിളി, ദൈവം എൻ്റെ പേരൻസിൻ്റെ വിശുദ്ധമായ ജീവിതത്തിന് നൽകിയ ഉത്തരവാണ് എന്നെനിക്ക് തോന്നാറുണ്ട്. ഇതൊരിക്കലും എൻ്റെ തിരഞ്ഞെടുപ്പായിരുന്നില്ല. ഈശോ എന്നെ നേരത്തെ കണ്ടു, ബാക്കിയുള്ള എല്ലാം ഈശോ തന്നെ അടുത്തടുപ്പിച്ച് തന്നു. അങ്ങനെയാണ് എൻ്റെ ദൈവവിളിയെക്കുറിച്ച് ഇപ്പോഴും ഈ നിമിഷവും എനിക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവം ഇങ്ങനെ അടുത്തടുപ്പിച്ച് കൊണ്ട് തന്ന്. എനിക്കറിയത്തില്ല എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഇപ്പോഴും എന്നെ ഇങ്ങനെ അടുത്തടുപ്പിച്ച് തന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഞാൻ പേഴ്സണൽ പ്രെയർ നടത്തും, മുടങ്ങാതെ പേഴ്സണൽ പ്രെയർ നടത്തും. അതാണ് എന്നെ പിടിച്ചു നിർത്തുന്നത്. എനിക്ക് ഈശോയായിട്ടുള്ള ബന്ധത്തിൽ എന്നെ പിടിച്ചു നിർത്തുന്നത് പേഴ്സണൽ പ്രെയറാണ്. സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ വിവിധ പ്രായക്കാരായ സന്യാസിനിമാർക്കൊപ്പം പരിശീലനം ആരംഭിച്ച നാളുകൾ ഇന്നും സിസ്റ്റർ തെരേസിന് മറക്കാനാവാത്തതാണ്. തെരേസിന്റെ ബാച്ചിൽ 10ാം ക്ലാസ് കഴിഞ്ഞവരും തന്നേക്കാൾ പ്രായത്തിൽ മൂത്തവരുമായ സന്യാസാർത്ഥിനികൾ ഉണ്ടായിരുന്നതിനാലും സഭാധികാരികളുടെയും ബാച്ച്മേറ്റ്സിന്റെയും പിന്തുണയും പ്രോത്സാഹനവും സന്യാസിനിമാരുടെ ഒന്നിച്ചുള്ള പ്രാർത്ഥനയും കമ്മ്യൂണിറ്റി ലൈഫും സന്യാസ പരിശീലന കാലഘട്ടം ഏറെ സന്തോഷത്തിന്റെയും പ്രാർത്ഥനയുടെയും ദൈവാനുഭവത്തിന്റെയും നാളുകളാക്കി മാറ്റി. 4.5 വർഷത്തെ സന്യാസ പരിശീലനം പൂർത്തിയാക്കിയ തെരേസ് 2022 നവംബർ 12 ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലീത്ത മാർ ജോസഫ് പെരുന്തോട്ടത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന വ്രതവാഗ്ദാന ശുശ്രൂഷ മധ്യേ തന്റെ ആദ്യ വ്രതവാഗ്ദാനവും സഭാവസ്ത്ര സ്വീകരണവും നടത്തി. വേദനിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പ്രതിഷ്ഠിക്കപ്പെടുകയും മദർ തെരേസയുടെ പേരാണ് തെരേസ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. വലിയൊരു വെല്ലുവിളി ഏറ്റെടുത്താണ് സിസ്റ്റർ തെരേസ് സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്നും സിസ്റ്ററുടെ ദൈവവിളിയിൽ സന്യാസിനി സമൂഹം മുഴുവൻ അഭിമാനിക്കുന്നുവെന്നും FCC സന്യാസിനി സമൂഹത്തിന്റെ ചങ്ങനാശ്ശേരി ദേവമാതാ പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ലിസ്മേരി പങ്കുവച്ചു. അവരുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വളരെയേറെ സാമ്പത്തിക ശേഷിയുള്ളൊരു കുടുംബത്തിലെയാണ് സിസ്റ്റർ തെരേസ്. അപ്പം നേരത്തെ പേര് മീനു എന്നായിരുന്നു. അപ്പോൾ തെരേസ് എന്നുള്ള പേര് സ്വീകരിച്ചിരിക്കുന്നത് ആദ്യമായിട്ടാണ് കോൺഗ്രിഗേഷൻ, അത് മദർ തെരേസയുടെ പേരാണ് വ്രതം ചെയ്തപ്പം സിസ്റ്റർ തെരേസ് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ആ ഒരു നമുക്കറിയാം, മദർ തെരേസ എന്ന് പറയുന്നത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന, സ്നേഹിക്കുന്ന ആ ഒരു എളിമയുടെയും മറ്റുള്ളവരെ സഹായിക്കാനും പാവങ്ങളോടുള്ളൊരു സ്നേഹവും. അപ്പം സിസ്റ്റർ തെരേസിന് സിസ്റ്ററിൻ്റേതായ ചില മൂല്യങ്ങളുണ്ട്. സന്യാസത്തിൽ ചേർന്ന് അതിൻ്റേതായ സ്വയമായ ചില കാര്യങ്ങളുണ്ട്. ഒത്തിരി പേര് ഇന്നത്തെ കാലത്ത് എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്, ഇങ്ങനെയുള്ളൊരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് എങ്ങനെ ആൾ ഇവിടെ വന്നപ്പോൾ. സിസ്റ്ററിൻ്റെ അമ്മയുടെ ഒരു സഹോദരി ഞങ്ങളുടെ കോൺഗ്രിഗേഷനിലുണ്ട്, എങ്കിൽ പോലും ഇങ്ങനെ പഠിച്ച് നടക്കുക, അതുപോലെ തന്നെ വളരെയേറെ സാമ്പത്തികമായി ഉയർന്നൊരു ഫാമിലിയാണ്. 2 സഹോദരന്മാരെ ഉള്ള ഒറ്റ മോളാണ്. അപ്പോൾ അവരൊക്കെ ഇത്രയും ഈ ഇന്നത്തെ കാലത്ത് ഈ സന്യാസം സ്വീകരിച്ച് വരുന്നതെന്ന് പറയുമ്പോഴത്തേനും അവരുടെയൊക്കെ നല്ലൊരു നട്ടലോടുകൂടിയാണ്, നല്ലൊരു ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ടാണ്, നല്ല നട്ടലോടുകൂടി തന്നെ അവർ വന്നിരിക്കുന്നതാണ്. ഏത് പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനും. ഒത്തിരിയേറെ വാർത്തകൾ മോശമായിട്ട് പത്രത്തിലും അല്ലാതെയൊക്കെ കേൾക്കുമ്പോൾ അതിനിടയ്ക്കുന്ന് ഇവർ വന്നിരിക്കുന്നു. ജോലി രാജിവെച്ച നാളുകളിൽ തെരേസ് ഒരു ധ്യാനം കൂടുവാനായി പോയി. സന്യാസ ജീവിതം തിരഞ്ഞെടുക്കുന്ന കാര്യം മനസ്സിൽ തീരുമാനമെടുത്തപ്പോൾ ഒരിക്കൽ പോലും FCC സന്യാസിനി സമൂഹം തിരഞ്ഞെടുക്കുന്ന കാര്യം തെരേസിന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ധ്യാനം കഴിഞ്ഞപ്പോൾ തന്റെ മനസ്സിൽ ദൈവം തോന്നിപ്പിച്ചതാണ് ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസിനി സമൂഹം തിരഞ്ഞെടുക്കുവാനെന്നാണ് സിസ്റ്റർ തെരേസ് പറയുന്നത്. SB കോളേജിൽ പഠിപ്പിച്ചിരുന്ന കാലം തെരേസിന് ദൈവാനുഗ്രഹത്തിന്റെ കാലഘട്ടമായിരുന്നു. തെരേസ് മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ദൈവം നടത്തിക്കൊടുത്തു. ദൈവത്തോട് യെസ് പറഞ്ഞ നിമിഷം മുതൽ ഒന്നിനും ഒരു കുറവില്ലാതെ ദൈവം ഉള്ളം കൈയിൽ കൊണ്ടു നടക്കുന്ന ഒരു അനുഭവമാണ് സിസ്റ്റർ തെരേസിന് ഉള്ളത്. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ലായിക്കാട് ചെന്നിത്തല ജോസഫ് ചാൻസി ദമ്പതികളുടെ മകളാണ് സിസ്റ്റർ തെരേസ്.